HSA സോഷ്യൽ സയൻസിലെ പൊളിറ്റിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരാണ്? ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോകസഭയിൽ ഒരിക്കൽ പോലും അംഗമായിട്ടില്ലാത്ത ഏക പ്രധാനമന്ത്രി ആരാണ്? ആൻസർ AK ഗുജ്റാൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ചെയർമാൻ ആര്? ആൻസർ പ്രധാനമന്ത്രി. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ പ്രകാരം പാർലമെൻറ്റിലെ പ്രധാനമന്ത്രി ആര്? ആൻസർ രാഷ്ട്രപതി. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏത്? ആൻസർ റിട്ടുകൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടന അനുസരിച്ച് ഭരണവിഷയങ്ങളെ എത്രയായി തരംതിരിക്കാം? 3 തരംതിരിക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുടെ 19ാം വകുപ്പ് പ്രതിപാദിക്കുന്നത് ഏത് കാര്യത്തെക്കുറിച്ചാണ്? ആൻസർ സ്വാതന്ത്ര്യം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പാശ്ചാത്യ രാഷ്ട്രീയ തത്വചിന്തയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ പ്ലേറ്റോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഭഗത് സിംഗിൻ്റെ തൂലികാനാമങ്ങളിൽ പെടാത്തത് ഏത്? ഇതിലെ കറക്റ്റ് ആൻസർ തൂലികാനാമങ്ങളിൽ പെടാത്തത് ആസാദ് എന്നാണ്. ബാക്കി എല്ലാം ഭഗത് സിംഗിൻ്റെ തൂലികാനാമങ്ങളാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് രൂപം നൽകണം എന്ന് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 9. 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ പൊളിറ്റിക്സ് എന്ന കൃതിയുടെ കർത്താവ് ആര്? ആൻസർ അരിസ്റ്റോട്ടിൽ. 12ാമത്തെ ക്വസ്റ്റ്യൻ, അഖിലേന്ത്യാ സർവീസുകളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 312. അടുത്ത ക്വസ്റ്റ്യൻ, ബ്യൂറോക്രാറ്റിക് തിയറി ആവിഷ്കരിച്ചത് ആര്? ആൻസർ മാക്സ് വെബർ.